പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി. ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ. അമ്മ സിന്ധു രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു. അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധിയിന്മേലുള്ള വാദം നാളെ നടക്കും. ശിക്ഷാവിധിയും നാളെ പ്രഖ്യാപിക്കും. അമ്മയെ വെറുതെ വിടരുതായിരുന്നുവെന്ന് ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരും. രശ്മി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരാണെന്ന് കോടതി വിധി വന്നിരിക്കുകയാണ്. രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മയെ വെറുതെ വിട്ടത്. അമ്മയ്ക്കും തെളിവ് നശിപ്പിക്കൽ കുറ്റമായിരുന്നു അമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നത്. ഈ ക്യാപ്റ്റിക്ക് എടുത്തു കളഞ്ഞത് ഈ അമ്മ സിന്ധു ആണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഈ തെളിവുകളുടെ അഭാവത്തിലാണ് സിന്ധുവിനെ വെറുതെ വിട്ടത്. ശിക്ഷാവിധി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെ വിധി ഉണ്ടാകും എന്നുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് പറഞ്ഞിരുന്നു. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച കേസിൽ ഈ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നിപ്പോ അല്പസമയം മുൻപ് നമുക്ക് കോടതിയിൽ നിന്നും ഏറ്റവും പുതുതായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, അല്പസമയം മുൻപാണ് ഗ്രീഷ്മ ഈ കോടതിയിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഗ്രീഷ്മയെ കൊണ്ടുപോയിരിക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള വനിതാ ജയിലിലേക്കാണ്. അമ്മാവൻ നിർമ്മലകുമാറിനെ കൊണ്ടുവരിക്കുന്നത് പൂജപ്പുര ജയിലിലേക്കാണ്. ഈ ഇടയ്ക്ക് തന്നെ ഈ ഹൈക്കോടതിയുടെ ജാമ്യം ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ നിലവിൽ താമസിച്ചിരുന്ന വീട് വിറ്റതിനു ശേഷം നാഗർകോവിലേക്കാണ് ഇത്തരത്തിൽ ഗ്രീഷ്മ പോയത്. പിന്നീട് നെയ്യാറ്റിൻകരയിൽ വന്നിറങ്ങി ഒരു ബന്ധുവിന്റെ കാറിലാണ് സ്ഥിരമായി ഈ കോടതിയിലേക്ക് വിചാരണയ്ക്കുൾപ്പെടെ ഗ്രീഷ്മ വന്നിരുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് കോടതി തുറക്കുന്നത് ആരംഭിക്കുന്നത് 11 മണിക്കാണ്. പക്ഷേ ഒരു 7:45 സമയത്ത് തന്നെ ഗ്രീഷ്മ കോടതിയിലേക്ക് എത്തിയിരുന്നു. ഈ കോടതിയിൽ എത്തുന്നതിന് മുൻപ് നമുക്ക് നെയ്യാറ്റിൻകരയിൽ ഒരു ഭഗവാന്റെ ക്ഷേത്രം ഉണ്ട് സമീപത്ത് തന്നെ. ആ നെയ്യാറ്റിൻകരയിൽ ബസ് ഇറങ്ങി അതിനുശേഷം മറ്റൊരു കാറിൽ കയറി നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം 7:45 കൂടിയാണ് ഈ കോടതിയിലേക്ക് എത്തിയത്. ഇവിടെ ഓട്ടോ ഡ്രൈവർമാരാണ് ഈ ഗ്രീഷ്മ ഈ സമയത്ത് ക്ഷേത്രത്തിൽ കയറിയ ശേഷം ഇവിടെ എത്തിയ കാര്യം പറഞ്ഞത്. പക്ഷേ ആ പ്രാർത്ഥനകളൊക്കെ വിഫലമായിരിക്കുകയാണ്. താൻ ചെയ്ത കുറ്റത്തിനുള്ള ഒരു ശിക്ഷ അത് ഗ്രീഷ്മ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. നാളെ കോടതി ശിക്ഷ വിധിക്കും. അർഹിക്കുന്ന ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ കുടുംബമടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഷാരൂണിന്റെ സഹോദരൻ ഷിമോണും കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. അർഹമായ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും. ഒപ്പം തന്നെ ഈ ഒരു രണ്ടാം പ്രതി സിന്ധുവിനെ വെറുതെ വിട്ടത് അത് വലിയ രീതിയിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ജ്യൂസ് ചലഞ്ച് നടത്തുന്നു, പിന്നീട് കഷായം കുടിപ്പിക്കുന്നു, പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം, മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഈ ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. ഇങ്ങനെ ശക്തമായൊരു വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ ഉന്നയിച്ചത്. 2022 ഒക്ടോബർ 25-നാണ് ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. ഈ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നൽകിയ കഷായം ഇതാണ് മരണകാരണം എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു. അസ്വാഭാവിക മരണത്തിന് ആദ്യം പാറശാല പോലീസാണ് കേസ് എടുക്കുന്നത്. 2022 ഒക്ടോബർ 29-ന് ഷാരോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒക്ടോബർ 30-നാണ് സംഭവം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. പഞ്ചായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന യുവതി പിന്നീട് കുറ്റസമ്മതം നടത്തി. ഇതിന്റെ ഇടയിൽ പലതരത്തിൽ തടിതപ്പാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തന്നെ ഈ ഒരു മരണം സംഭവിച്ച സമയത്ത് ഗ്രീഷ്മ വലിയ രീതിയിൽ അഭിനയിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട കാമുകൻ ആശുപത്രിയിൽ കിടക്കുന്നതിലുള്ള വിഷമം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗ്രീഷ്മയുടെ ആ ഒരു അഭിനയമൊക്കെ തന്നെ. പിന്നീട് കൃത്യമായി ഒക്ടോബർ 31-ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകി എന്ന് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തി. ഒക്ടോബർ 31-നാണ് ഗ്രീഷ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്നത്. 2023 മാർച്ച് 6-ന് കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പൊക്കെ പുറത്തു വന്നിരുന്നു. ജൂൺ 2-നാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. പിന്നീട് 2024 ഫെബ്രുവരി 22-ന് കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമില്ലെന്ന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. 131 സാക്ഷികൾ വിചാരണ ഘട്ടത്തിൽ കോടതിക്ക് മുമ്പാകെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ
വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതി 3 പ്രതികൾക്കും ജാമ്യം നൽകി. ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കുടുംബം ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതികൾ പിന്നീട് താമസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട് വിറ്റതിന് ശേഷം താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റി. ഒപ്പം തന്നെ ഈ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് ഗ്രീഷ്മയെ മറ്റൊരു ജയിലിലേക്ക് ഇതിനിടയ്ക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ആ വിചാരണയ്ക്ക് ഒടുവിലാണിപ്പോൾ 2024 ഒക്ടോബർ 15 വിചാരണ ആരംഭിക്കുന്നു. 95 സാക്ഷികളെ വിസ്തരിക്കുന്നു, 323 രേഖകൾ സമർപ്പിക്കുന്നു, 51 തൊണ്ടിമുതലുകൾ സമർപ്പിക്കുന്നു. അതിൽ ഇപ്പോൾ കോടതി ഗ്രീഷ്മയെ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ പ്രഥമ ദൃഷ്ട്യാവുള്ള തെളിവുകളുടെ ഒരു അഭാവം ഈ കേസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ മറ്റും വലിയ രീതിയിൽ ഉപകാരപ്പെട്ടു. അത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഈ ഷാരൂണിന്റെ സഹോദരൻ ഷിമോന്റെ ഇടപെടലാണ് ഈ കേസിൽ വലിയ രീതിയിൽ ഒരു വഴിത്തിരിവായത്. കാരണം ഇത്തരത്തിൽ വെറും ഒരു കഷായം എടുത്ത് കുടിച്ചാൽ ചുണ്ടു മുതൽ ലൈംഗികാവയവം വരെ പൊള്ളിപ്പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നില്ല എന്നുള്ളൊരു സംശയം ഷിമോണിന് തോന്നുന്നു. തുടർന്നാണ് ഷിമോൺ ഇത്തരത്തിൽ ഷാരൂണിന്റെ സുഹൃത്തായിട്ടുള്ള റിജിനെ ബന്ധപ്പെടുന്നത്. റിജിനാണ് പറഞ്ഞത് ഗ്രീഷ്മയെ കണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം പച്ച നിറത്തിൽ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു, അവൾ എനിക്ക് പണി തന്നു എന്ന് തോന്നുന്നുണ്ട് എന്നുള്ളൊരു സംശയം റിജിൻ പറയുന്നുണ്ടായിരുന്നു. അതാണ് പിന്നീട് ഡോക്ടർമാരുമൊക്കെയായി സംസാരിക്കുന്നു. പിന്നീട് കഷായത്തിൽ ഇത്തരത്തിൽ പോയിസൺ ഉണ്ട് എന്നുള്ളത് തെളിയുന്നു. പിടിച്ചു നിൽക്കാൻ ഉള്ള പരമാവധി ശ്രമങ്ങൾ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം. അതിനു മുൻപും പലതവണ ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പലതവണ പല കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഗ്രീഷ്മയ്ക്ക് ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. ഏതായാലും ഇന്ന് ഇപ്പോൾ കോടതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, തെളിവുകളൊക്കെ തന്നെ ഗ്രീഷ്മയ്ക്ക് എതിരാണ്. പ്രതിഭാഗം എപ്പോഴും ബാധിക്കാൻ ശ്രമിച്ചൊരു കാര്യമുണ്ട്. ഈ മരണക്കിടക്കയിൽ കിടന്നിരുന്ന ഷാരൂൺ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല. കഷായം തലയ്ക്ക് തന്നോ അതിൽ വിഷം കലർത്തിയെന്നോ ഷാരൂൺ പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ എന്ത് തെളിവാണുള്ളത്? മരണക്കിടക്കയിൽ കിടന്ന ആൾ പോലും പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ച കാര്യം. പക്ഷേ മരണമൊഴിയായി കോടതിയിൽ നൽകിയത് ഷാരൂൺ മരിക്കുന്നതിന് 42 മണിക്കൂർ മുൻപ് അച്ഛനോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയെന്നും ഗ്രീഷ്മ കഷായം നൽകിയെന്നും ഇത് കുടിച്ചതിന് ശേഷമാണ് തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതെന്നും അച്ഛനോട് പറഞ്ഞിരുന്നു. ഇതാണ് ഈ ഷാരൂണിന്റെ അച്ഛനാണ് ഈ കേസിലെ സാക്ഷിയായിട്ടുള്ളത്. ഇത് കോടതിയിൽ മരണമൊഴിയായി ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം സാക്ഷി ഷാരൂണിന്റെ സഹോദരനാണ്, ഷിമോനാണ്. രണ്ടാം സാക്ഷി ഷാരൂണിന്റെ സുഹൃത്ത് റിജിനാണ്. ഏതായാലും ഈ സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി വിധിച്ചിരിക്കുന്നത്. 95 സാക്ഷികളെ ആകെ വിസ്തരിച്ചിട്ടുണ്ട്, 323 രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്, 51 തൊണ്ടിമുതലുകളും സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അപൂർവമായിട്ടുള്ള ഒരു കേസായിരുന്നു. രാവിലെ നമ്മൾ ഈ കുടുംബത്തിന്റെ പ്രതികരണം, അച്ഛന്റെയും അമ്മയുടെയും പ്രതികരണം തേടിയപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് അവർ പ്രതികരിച്ചത്. അവരുടെ ഏറെ പ്രതീക്ഷയായിരുന്നു. അതായത് ഈ ഷാരൂണിന്റെ പ്രായം പോലും 23 വയസ്സാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഷാരൂൺ എന്നുള്ളത് പരിസരവാസികളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഷാരൂൺ ഒരു സൈക്കിളൊക്കെ പുതുതായി വാങ്ങിച്ചിരുന്നു. പലയിടങ്ങളിലും ഇത്തരത്തിൽ യാത്ര ചെയ്യാം, അച്ഛനെയും അമ്മയും ഒക്കെ ഒപ്പം കൂട്ടാം എന്നുള്ളതും ഷാരൂൺ എപ്പോഴും പറയുമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയൊരു കുടുംബമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഇടുത്തി പോലൊരു സംഭവം ഉണ്ടാകുന്നതേയും അവർക്ക് ആ മരണം സംഭവിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ വലിയ വേദനയോടുകൂടിയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. അച്ഛന് സ്ട്രോക്ക് സംഭവിച്ചു, അമ്മ ഈ വിതുമ്പി കരയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വിധി കേൾക്കാൻ കോടതിയിലേക്ക് വരുന്നില്ല, കാരണം തന്റെ മകനെ ശരി, ഞാൻ രശ്മി കാർത്തികയിലേക്ക് വരാം. ഇപ്പോൾ ഈ ഷാരൂണിന്റെ സഹോദരന്റെയും ഷാരൂണിന്റെ അഭിഭാഷകന്റെയും പ്രതികരണം നേരത്തെ വന്നിരുന്നു, അത് നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. അതിൽ ഈ കേസിൽ പോലീസ് ചാർജ് അനുസരിച്ച് ഒന്നാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പോൾ അതിൽ രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിൻ്റെ അഭാവമാണ്. മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി
ഈ കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. കോടതിൻ്റെ വിധിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഇപ്പോൾ ഒന്നാം പ്രതിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാം പ്രതിക്ക്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ. അതെ, അപ്പോൾ ശിക്ഷയും അതുപോലെ തന്നെ തക്കതായിട്ടുള്ള നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.